വെൽക്കം ബാക്ക് ടു ടെക് സൊല്യൂഷൻസ്. ഐ എം സഞ്ജയ് സുബ്രഹ്മണ്യ. ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരമുള്ള നമ്മുടെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഏതായാലും സെയിം ആണ്. അതായത് QA നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്നോ അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ സിലബസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആ സിലബസ് പ്രകാരം കുറേ ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ആ ടോപ്പിക്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ആ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു മൊത്തത്തിലുള്ള സിലബസിൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് കാണാൻ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ. അതായത് നമ്മൾ ആ ഒരു മാത്തമാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മാത്തമാറ്റിക്സിലെ കാര്യങ്ങളോട്ട് എന്ത് ചെയ്യുക, പതുക്കെ ഓരോ ലെവൽ കൂട്ടിയിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് അതുപോലെ തന്നെ നമ്മൾ മാത്തമാറ്റിക്സിലെ പല റിലേഷൻസും അല്ലെങ്കിൽ പല മെത്തേഡ്സും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരു വലിയ ടഫായിട്ടുള്ളൊരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ ആദ്യം പഠിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും ബേസിക് തൊട്ട് ഒരു സീറോ ടു ഒരു ഹൈ ലെവൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ ടോപ്പിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരമുള്ള മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ്. അതായത് നമ്മുടെ മാത്തമാറ്റിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് നമ്മളൊരു റൂളാണ്. അതായത് വി ബോർഡ് മാസ്. നിങ്ങളൊരു പക്ഷേ അറിയുന്നുണ്ടായിരിക്കും ഈ റൂളിനെ കുറിച്ചിട്ട്. വി ബോർഡ് മാസ് എന്ന് പറയുന്ന ഒരു റൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റൂള് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് നമ്മളത് അപ്ലൈ ചെയ്യേണ്ടതെന്നും നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ നമ്മുടെ വി ബോർഡ് മാസ്, അതായത് നമ്മുടെ നോക്കാം. വി ബോർഡ് മാസ് എന്ന് പറയുന്നത് ഈ ഒരു പേര് വന്നിട്ടുള്ളത് നമ്മുടെ ഓരോ ലെറ്റേഴ്സും റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഓക്കെ, വി ബോർഡ് മാസ്. അതായത് ഫസ്റ്റ് കാണിക്കുന്ന ഈ വി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വിനക്കുലം ബാറാണ്. വിനക്കുലം ബാർ. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ സെക്കൻഡ് വൺ വരുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റാണ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഒ എന്ന് പറയുന്നത് ഓഫാണ് ഉദ്ദേശിക്കുന്നത്, ഓഫ്. ആൻഡ് ഫോർത്ത് വൺ ഡി ഫോർ ഡിവിഷൻ. ഡി ഫോർ ഡിവിഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ. എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ. നെക്സ്റ്റ് വൺ എ ആണ്. എ ഫോർ അഡിഷൻ. ആൻഡ് നെക്സ്റ്റ് വണ് എസ് ആണ്. എസ് ഫോർ സബ്സ്ട്രാക്ഷൻ. എസ് ഫോർ സബ്സ്ട്രാക്ഷൻ. ഇതാണ് നമ്മുടെ വി ബോർഡ് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു പ്രോബ്ലം ഇവിടെ എഴുതാം. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ട് ഇവിടെ കൊടുക്കാം. നമ്മളൊരു എക്സാമ്പിൾ പ്രോബ്ലം നോക്കാം. 5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 9, ഇവിടെ ഒരു ബാറുണ്ട്, മൈനസ് 4 പ്ലസ് 5, ഇവിടെയും ബാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വി ബോർഡ് മാസ് റൂള് പഠിക്കുന്നതിൻ്റെ ആവശ്യകത. ഓക്കെ, നമുക്കിനി ഈ നേരത്തെ പറഞ്ഞുള്ള വി ബോർഡ് മാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് കാണാം വിനക്കുലം ബാറാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ കാണുന്ന ഈ ടൈപ്പ് ബാറിനെയാണ് നമ്മൾ വിനക്കുലം ബാർ എന്ന് പറയുന്നത്. നമ്മുടെ നമ്പേഴ്സിൻ്റെ മേലായിട്ട് ഒരു ബാർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബാറിനെയാണ് നമ്മൾ വിനക്കുലം ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ വി ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ BODMAS, അതായത് നമ്മൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഓരോ പ്രോബ്ലംസും നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ 5 ഉണ്ട്, പിന്നെ ഓഫ് 5 ഡിവൈഡ് ബൈ 5 മേലെ ബാർ വരുന്നുണ്ട്, പ്ലസ് 9 മൈനസ് 4 പ്ലസ് 5 മേലെ ബാറുണ്ട്. നമ്മളിതിൻ്റെ ആൻസറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നെക്സ്റ്റ് ഒന്ന് നോക്കാം, ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റാണ്. സാധാരണ നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ ചിലപ്പോൾ ഇവിടെ അതിനെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ബ്രാക്കറ്റൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അവിടെ വിനക്കുലം ബാറുണ്ടോ നോക്കാം. വിനക്കുലം ബാർ ഉണ്ടെങ്കിൽ ആ വിനക്കുലം ബാറിന് താഴെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മൾ
ആ ഒരു ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഡിവിഷൻ വരുന്നുണ്ട്, ഇവിടെ അഡിഷൻ വരുന്നുണ്ട്, ഇവിടെ സബ്സ്ട്രാക്ഷൻ വരുന്നുണ്ട്, അതുപോലെ ഇവിടെ വിനക്കുലം ബാറുകളും വരുന്നുണ്ട്, ഇവിടെ ഓഫും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഏത് ഓർഡറിലാണോ നമ്മൾ ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത് ആ ഒരു ഓർഡറാണ് നമ്മൾ വി ബോർഡ് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അതായത് ആദ്യം ചെയ്യേണ്ട കാര്യം വിനക്കുലം ബാർ ഉണ്ടെങ്കിൽ ആ വിനക്കുലം ബാറിന് താഴെ എന്താണോ ഉള്ളത് ആ കാര്യം നമ്മൾ ആദ്യം ചെയ്യണം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം ബ്രാക്കറ്റ് എവിടെയാണോ ഉള്ളത് ആ ബ്രാക്കറ്റിനകത്തുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് അടുത്ത ഓർഡർ എന്ന് പറയുന്നത് അടുത്ത് ഓ ആണ്. അപ്പോൾ ഓ എന്ന് പറയുന്നത് ഓഫാണ്. ഓക്കെ, അപ്പോൾ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓഫ് ഇപ്പോൾ ഇവിടെ 5 ഓഫ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 ഓഫ് 5 എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം 5 × 5 എന്നാണ്. ഓക്കെ, ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എങ്കിലും ഇവിടെ നോക്കൂ, ഓഫ് കഴിഞ്ഞ് പിന്നെ ഡി ഫോർ ഡിവിഷൻ കഴിഞ്ഞ് പിന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. സോ ഇവിടെ ഓഫും മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ഓഫാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓഫ് എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷന് മുന്നേ ഈ ഓഫ് ആയിരിക്കണം. ഓക്കെ, പിന്നെ വരുന്നത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് ഡിവിഷനാണ്. ഇപ്പോൾ ഇവിടെ 5/5 ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യണം. പിന്നെ എം മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ എന്ന് പറഞ്ഞാൽ അഡിഷൻ ആണ്. അഡിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക. എസ് ഫോർ സബ്സ്ട്രാക്ഷൻ ആണ്. സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് എന്താണുള്ളൊരു കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കൂ, 5 ഓഫ് 5 ബാക്കി 5/5 മേലെ ബാറ് +9 -4 + 5 മേലെ ബാറ്. ഇപ്പോൾ നമ്മുടെ വി ബോർഡ് മാസ് റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യേണ്ട കാര്യം വിനക്കുലം ബാറുകൾ ഉണ്ടെങ്കിൽ ആ വിനക്കുലം ബാറിന് താഴെയുള്ള കാര്യം നമ്മൾ ആദ്യം ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ വിനക്കുലം ബാർ വരുന്നുണ്ട്, ഇവിടെയും വിനക്കുലം ബാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 5/5 നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 5/5 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കിട്ടും അല്ലേ. അതുപോലെ 4 + 5 അല്ലേ, ബാറിന് താഴെ 4 + 5 ആണുള്ളത്. 4 + 5 നമുക്ക് എന്ത് കിട്ടും, 4 + 5 നമുക്ക് 9 കിട്ടും. ഓക്കെ, പിന്നെ വരുന്നത് ഇവിടെ 5 ഓഫ് ഇവിടെ എന്ത് ചെയ്യാം, നമുക്കിവിടെ വീണ്ടും അടുത്ത സ്റ്റെപ്പാക്കിയിട്ട് എഴുതാം. 5 ഓഫ് ഇവിടെ 1 ആയിരിക്കും വരിക, പ്ലസ് ഈ 9 ഇവിടെ ഉണ്ടായിരിക്കും. 9 -4 + 5 നമുക്ക് 9 കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, 5 ഓഫ് 5 + 9 - 9. പിന്നെ വരുന്നത് അടുത്ത് വരുന്ന ഇവിടെ ബ്രാക്കറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന ഓ ആണ്. ഓ എന്ന് പറഞ്ഞാൽ ഓഫാണ്. അപ്പോൾ 5 ഓഫ് 5 എന്ന് പറയുന്നത് 5 ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യേണ്ടത് ഇവിടെ പ്ലസും മൈനസും എല്ലാം ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 5 ഓഫ് 1 ചെയ്യുക. അപ്പോൾ 5 × 1 നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും. പിന്നെ ചെയ്യേണ്ടത് ഇവിടെ ബാക്കി 9 ഉണ്ട്, പിന്നെ -9. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഇവിടെ നോക്കുക, ഇവിടെ +9 -9 നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. നമ്മുടെ ആൻസർ എന്തായിരിക്കും, 5 ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക. അതായത് നമ്മൾ വി ബോർഡ് മാസ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഏത് ഓർഡറിലാണോ ചെയ്യേണ്ടത് ആ ഓർഡറെയാണ് നമ്മൾ വി ബോർഡ് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കാം, ഇവിടെ ബ്രാക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 ടൈപ്പ് ബ്രാക്കറ്റ് പ്രധാനമായിട്ടും വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് നോക്കാം, ഇങ്ങനെ ഒരു റൗണ്ട് പോലത്തെ ചെറിയ ബ്രാക്കറ്റിനാണ് നമ്മൾ സ്മോൾ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് സ്മോൾ ബ്രാക്കറ്റ് എന്ന് പറയാം. അതുപോലെ ഇതുപോലത്തെ ഒരു ബ്രാക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു കേളി ആയിട്ടുള്ള ബ്രാക്കറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനെ നമുക്ക് കേളി ബ്രാക്കറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലത്തെ ഇങ്ങനെയുള്ളൊരു ബ്രാക്കറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും, അതിന് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് ബ്രാക്കറ്റ് വരുന്നുണ്ട്: സ്മോൾ ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ് ആൻഡ് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ ഈ എഴുതിയിട്ടുള്ള ഓർഡർ പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ ബ്രാക്കറ്റിന് നമ്മൾ ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യേണ്ടത്. അതായത് സ്മോൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സ്മോൾ ബ്രാക്കറ്റിനകത്തുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഇനി അഥവാ ആദ്യമുള്ളത് കേളി ബ്രാക്കറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, സ്മോൾ ബ്രാക്കറ്റ് ഇല്ല, കേളി ബ്രാക്കറ്റാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, കേളി ബ്രാക്കറ്റിനകത്തുള്ള കാര്യം ചെയ്യണം. അതായത് ആദ്യം ചെയ്യേണ്ടത് സ്മോൾ ബ്രാക്കറ്റിനകത്ത്, പിന്നെ ചെയ്യേണ്ടത് കേളി ബ്രാക്കറ്റിനകത്ത്, അതിൻ്റെ ലാസ്റ്റ് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നും കൂടി വൃത്തിയിൽ മനസ്സിലായിക്കോളും. ഓക്കെ, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ എഴുതാം. 9 ക്വസ്റ്റ്യൻ നമ്പർ 2 ആയിട്ട് എഴുതാം. 9 + 4 ഓഫ് 5 / 4 + 5 / 5 ഓഫ്
5 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു നമ്മുടെ വിനക്കുലം ബാറും കൂടി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ബി ബോർഡ് മാസ് ഉള്ള ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ആദ്യം വരുന്നത് വി ആണ്. വി എന്ന് പറയുന്നത് വിനക്കുലം ബാറാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ ഇവിടെ മാത്രമേ വിനക്കുലം ബാർ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ബാറിന് താഴെയുള്ള കാര്യങ്ങൾ ചെയ്യാം. 5/5 അല്ലേ? 5/5 നമുക്കറിയാം. 5/5 പറഞ്ഞാൽ 1 1 ഓഫ് 5/5 അല്ലേ? അപ്പോൾ 1 ഓഫ് എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതി 1 ഓഫ് 5/5 പറഞ്ഞാൽ വീണ്ടും 1 തന്നെയാണ് അല്ലേ? അതായത് 1 ഓഫ് 1 വരും. ഓക്കെ, ഇവിടെ നോക്കാം. പിന്നെ വരുന്നത് ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്ത് ചെയ്തു? ആദ്യം നമ്മൾ വിനക്കുലം ബാറിനുള്ള കാര്യമായ 5/5 ചെയ്തു, 1 കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിന് ബാക്കിയുള്ള കാര്യം നമ്മൾ അതേപോലെ എഴുതാണ്. ഓഫ് വീണ്ടും വരുന്നത് 5/5 ആണ്, അത് ഞാൻ 1 എഴുതി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന ബ്രാക്കറ്റാണ്. ഇതിൽ ബ്രാക്കറ്റ് വരുന്നില്ല, സോ നമ്മളത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വരുന്നു O ആണ്. O എന്ന് പറഞ്ഞാൽ ഓഫ്. അപ്പോൾ ഇവിടെയും ഓഫ് വരുന്നുണ്ട്, ഇവിടെയും ഓഫ് വരുന്നുണ്ട് അല്ലേ? അതായത് ഇവിടെ 4 ഓഫ് 5 വരുന്നുണ്ട്. അതായത് 4 ഓഫ് 5 എന്ന് പറഞ്ഞാൽ 4 × 5. പിന്നെ 5 ഡിവൈഡ് ബൈ 4 ആണ്. ഇപ്പോൾ ഞാൻ ചെയ്തു 5 ഡിവൈഡ് ബൈ 4 എന്നുള്ള ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ പ്ലസ് 5/5 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. 1 ഓഫ് 5/5 1 കിട്ടി. അതുപോലെ ഞാനിവിടെ 9 ഇങ്ങോട്ട് മാറ്റി എഴുതി. ഓക്കെ, അതായത് ഇവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം 4 ഓഫ് 5. 4 ഓഫ് 5 പറഞ്ഞാൽ 4 × 5 20. പിന്നെ 4 × 5 20 ചെയ്താൽ 20 കിട്ടും. 20/4 എന്ത് കിട്ടും? ഈ 4 ക്യാൻസൽ ആയി ബാക്കി 5 ഉണ്ടാവുള്ളൂ. അതായത് ഇവിടെ 9 എഴുതി, ഇവിടെ ബാക്കി ഇത് ക്യാൻസൽ ആയാൽ 5 ഉണ്ടാവുള്ളൂ. പ്ലസ് 1 ഓഫ് 1 പറഞ്ഞാൽ 1 × 1 1 ആണ് അല്ലേ? അതായത് 9 × 5 14, 14 1 15. അപ്പോൾ 15 ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഓർഡർ ചെയ്താൽ നമുക്ക് വളരെ സിമ്പിൾ ആയതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. 63 മൈനസ്, ഇതും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. 63 മൈനസ് ബ്രാക്കറ്റിനകത്ത്, സ്മോൾ ബ്രാക്കറ്റിനകത്ത് -3, പിന്നെ ഒരു കേളി ബ്രാക്കറ്റിനകത്ത് -2 -8 -3. ഇവിടെ ഒരു വിനക്കുലം ബാറ്. ഈ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു വീണ്ടും കേളി ബ്രാക്കറ്റിനകത്ത് 5 പ്ലസ് സ്മോൾ ബ്രാക്കറ്റിനകത്ത് -2 വീണ്ടും സ്മോൾ ബ്രാക്കറ്റിനകത്ത് -1 കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ട് ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് സാധാരണ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മുടെ എക്സാമിന് ഉണ്ടാകാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ബ്രാക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ സ്മോൾ ബ്രാക്കറ്റ് വരുന്നുണ്ട്, കേളി ബ്രാക്കറ്റും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്മോൾ ബ്രാക്കറ്റിനകത്തുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സ്മോൾ ബ്രാക്കറ്റ് വരുന്നത് ഇവിടെ വരുന്നുണ്ട് അല്ലേ? -3. അതുപോലെ ഇവിടെ -2 -1 വരുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കേളി ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ -3 എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വേറൊരു ഓപ്പറേഷനൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കിവിടെ ഞാൻ 63 ഇവിടെ എഴുതാം. എന്ത് ചെയ്യാം? ഈ മൈനസ് ഇൻറ്റു ഈ മൈനസ് എന്തായിട്ട് മാറും? മൈനസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 63 + 3 ആവും. പിന്നെ ഈ കേളി ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങൾ വരും. പിന്നെ ബാക്കി കാണുന്ന ഇത്രയും കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഇവിടെ ഈ -2 ഇൻറ്റു -1 അതും സ്മോൾ ബ്രാക്കറ്റിനകത്താണ്. സോ എനിക്ക് എന്ത് ചെയ്യാം? ഞാൻ വേണമെങ്കിൽ -2 ഇൻറ്റു -1 എനിക്ക് ചെയ്യാം. 2 × 1 2 ആണ്. മൈനസും പ്ലസ് ആണ്. അപ്പോൾ 2 × 1 2, 5 + 2 എനിക്ക് വേണമെങ്കിൽ ഇവിടെ 7 എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കേളി ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ കാര്യം ഞാൻ ചെയ്തു അല്ലേ? അതായത് ആദ്യം -2 -1 ഗുണിച്ചു 2 കിട്ടി അല്ലേ? ഇത് തമ്മിൽ ഗുണിച്ചാൽ 2 കിട്ടി. പിന്നെ 5ഉം 2ഉം കൂട്ടി 7 കിട്ടി. അപ്പോൾ കേളി ബ്രാക്കറ്റിനകത്ത് മൊത്തം 7 വരും. പിന്നെ ഈ 3 × 7 ആണ് വരിക അല്ലേ? 3 കേളി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 3 × 7 ആണ്. ഓക്കെ, ഇനി ഇവിടെ ബാക്കി ചെയ്യാനുള്ളത് ഈ കാണുന്ന കേളി ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ ഈ കേളി ബ്രാക്കറ്റിനകത്ത് ഇവിടെ വിനക്കുലം ബാറ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ആദ്യം വിനക്കുലം ബാറ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? ഇവിടെ സ്മോൾ ബ്രാക്കറ്റ് കണ്ടപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്തെന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ആദ്യം ഈ ഭാഗം തന്നെ ചെയ്യാം. കാരണം അതൊക്കെ ബ്രാക്കറ്റിനകത്താണ് വരുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്?
ഈ കേളി ബ്രാക്കറ്റിനകത്തുള്ള ഈ വിനക്കുലം ബാറിൻ്റെ താഴെയുള്ള കാര്യം ചെയ്യാം. 8 - 3 എത്രയാണ്? 8 - 3 എനിക്ക് 5 കിട്ടും. ഇവിടെ മൈനസ് ഉണ്ട്, -2 ഉണ്ട്, നമ്മുടെ കേളി ബ്രാക്കറ്റ് ഉണ്ട്. അതായത് 8 - 3 5, ഈ മൈനസ് അതേപോലെ എഴുതി, ഈ -2 അതേപോലെ ഇട്ടു. -2 - 5 എത്ര കിട്ടും? -2 - 5 പറഞ്ഞാൽ -2 + -5 -7 ആയിട്ട് മാറും അല്ലേ? -7 ആയിട്ട് മാറും. അതായത് നമ്മുടെ ഈ കേളി ബ്രാക്കറ്റിനകത്തുള്ള മൊത്തം കാര്യം എന്ന് പറഞ്ഞാൽ -7 ആയിട്ട് മാറും. പിന്നെ ഇവിടെ ഡിവൈഡഡ് ബൈ നമ്മൾ ഈ 3 ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രാക്കറ്റിനകത്തുള്ള കാര്യം മൊത്തം നമ്മൾ 7 ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ കേളി ബ്രാക്കറ്റിന് പുറത്തുള്ളത് -3 ആയിരുന്നു. ഈ മൈനസും പ്ലസ് ആയിട്ട് ഞാൻ +3 ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വരെ ഇനി ഇങ്ങനെയാണ് 63 + 3 ഇൻറ്റു ഈ കേളി ബ്രാക്കറ്റിനകത്ത് -7 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 7. ഓക്കെ, അതായത് 63 വീണ്ടും എഴുതി. 3 ഇൻറ്റു -7 എത്ര കിട്ടും? 3 ഇൻറ്റു -7 -21 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 7 എത്ര കിട്ടും? 21 കിട്ടും. ഡിവൈഡ് ബൈ 21 എന്ത് ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ ഡിവൈഡ് ബൈ 21 ഇങ്ങനെ എഴുതാം. 21/21 എഴുതാം അല്ലേ? 63 3 ഇൻറ്റു -7 എഴുതാം. -21 കിട്ടി. ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 7 21 ആണ്. 21 എനിക്ക് ക്യാൻസൽ ചെയ്ത് 1 ആക്കാം. അപ്പോൾ ബാക്കി വരുന്നതായിരിക്കും 63 - 1. ആൻസർ 62 ആയിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. കാരണം ലെങ്തി ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് അത് മനസ്സിലാക്കിയിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 2 ഡിവൈഡഡ് ബൈ 3. സാധാരണ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് എല്ലാവർക്കും തെറ്റിപ്പോകാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മളിതിൻ്റെ ആൻസറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ 2 ഡിവൈഡ് ബൈ 2 ഇവിടെ ആകെ ഡിവിഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് പോയാൽ മതി. കാരണം ഒറ്റ ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, ഡിവിഷൻ മാത്രമേ ഉള്ളൂ, ഒറ്റ ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഓർഡറിൽ നമ്മൾ എഴുതി പോയാൽ മതി. അതായത് 2/2 ഇങ്ങനെ എഴുതാം. 2/2 ഇങ്ങനെ എഴുതാം അല്ലേ? 2 ഡിവൈഡ് ബൈ 2 പറഞ്ഞാൽ 2/2 എന്ന് എഴുതാം. വീണ്ടും ഡിവൈഡ് ബൈ 3 ആണ് അല്ലേ? അതായത് നമുക്ക് എന്ത് ചെയ്യാം? 2 ഡിവൈഡ് ബൈ 3. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ 2/2 ഡിവൈഡ് ബൈ 3 നമുക്ക് എന്ത് വേണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1 കിട്ടും. നമ്മുടെ ആൻസർ എന്ത് ചെയ്യാം? 1/3 നമുക്ക് ആൻസർ കിട്ടി. അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 2/2 പകരം വേറെ നമ്പർ വിചാരിക്കും. ഞാൻ അതേപോലെ തന്നെ എഴുതാണ്. 2/2 ഡിവൈഡ് ബൈ 3 ആണ് ശരിക്കും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡിവിഷൻ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിവിഷന് പകരം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. അതെങ്ങനെ വരിക? ഞാൻ ഈ 2/2 വീണ്ടും എഴുതി. ഈ ഡിവിഷന് പകരം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇവിടെയുള്ള നമ്പറിൻ്റെ നേരെ ഇൻവേഴ്സ് എഴുതണം. അതായത് ഇവിടെയുള്ള നമ്പർ പറഞ്ഞാൽ 3 ആണ്. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/1 ഈക്വലാണ് അല്ലേ? 3 എന്ന് പറഞ്ഞാൽ 3/1 ഈക്വലാണ്. അപ്പോൾ ഈ ഡിവിഷൻ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ എന്ത് ചെയ്യുക? ആ 3/1 നേരെ ഇൻവേഴ്സ് ചെയ്യുക. 1/3 ആക്കുക. ഇനി എന്ത് ചെയ്യുക? വേണമെങ്കിൽ ഈ രണ്ടും ക്യാൻസൽ ആയ ബാക്കി എന്തായിരിക്കും നമ്മുടെ ആൻസർ? 1/3 തന്നെ ആയിരിക്കും ആൻസർ. അപ്പോൾ നമ്മൾ ആ ഡിവിഷൻ മാറ്റിയിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും എന്ത് ചെയ്യുക? അറിയാത്ത ആളുകളുണ്ടെങ്കിൽ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 5 പോകാം. ഇതുപോലത്തെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. 2 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 2/3 ഡിവൈഡഡ് ബൈ 3/6. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക? നമുക്ക് തെറ്റിയാൽ കിട്ടുന്ന ആൻസറും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓപ്ഷനിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് ഓപ്ഷൻസിലുണ്ടായിരിക്കും. നമുക്കൊരു 5 ഓപ്ഷനോ 4 ഓപ്ഷനോ ഉള്ളത് വെച്ചാൽ നമ്മുടെ ആ ഒരു ഓപ്ഷൻസിൽ നമുക്ക് അബദ്ധം പറ്റി തെറ്റിയാൽ കിട്ടുന്ന ആൻസർ എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ ആ ഒരു ഓപ്ഷൻസിലുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കാം എങ്ങനെ നമ്മൾ ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് ഇത് ഡിവിഷൻ എല്ലാം ഡിവിഷനാണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്മളൊരു ഓർഡറിൽ ചെയ്യാം. ഇപ്പോൾ 2/5 ഞാൻ അതേപോലെ എഴുതി. 2 ഹരിക്കണം 5 പറഞ്ഞാൽ 2/5 എഴുതി. വീണ്ടും ഡിവൈഡ് ബൈ 2/3 ആണ്. വീണ്ടും ഡിവൈഡ് ബൈ 3/6 ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതൊക്കെ വെട്ടി ചെറുതാക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താ ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഡിവിഷന് വരെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആക്കി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അത് എക്സ്പേർട്ടായ ആളുകൾക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഞാൻ ക്ലാസ്സിന് തുടക്കമായതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം ബേസിക്കായിട്ട് പറഞ്ഞു പോകുന്നത്.
2/5 എഴുതി. ഇപ്പോൾ ഈ ഡിവിഷന് പോലെ ഞാൻ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത നമ്പർ അതിനെ നേരെ ഇൻവേഴ്സ് ചെയ്യണം. 2/3 വരെ ഞാൻ എന്ത് ചെയ്യണം, 3/2 എഴുതണം. വീണ്ടും ഈ ഡിവിഷൻ ഞാൻ കൺവേർട്ട് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ആക്കുകയാണ്. അപ്പോൾ 3/6 പകരം എന്ത് ചെയ്യണം, 6/3 എഴുതണം, നേരെ ഇൻവേഴ്സ് ചെയ്യണം. ഇനി എന്ത് ചെയ്യുക, ഇതും ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം. ബാക്കി നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 6ഉം 5ഉം മാത്രമേ ബാക്കിയുള്ളൂ. 6/5 ആയിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക്, പക്ഷേ നമ്മൾ കറക്റ്റ് ആ ഒരു മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. 240 divided by 16 of 4 plus 2.25. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കാം. ഡിവിഷൻ ഓഫ് അഡിഷൻ അത്രേ വരുന്നുള്ളൂ. നമുക്കറിയാം ആദ്യം വരുന്ന ഡിവിഷന് മുന്നേ ഓഫാണ് വരുന്നത്, അവസാനമാണ് അഡിഷനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഓഫ് നമ്മൾ ചെയ്യണം. ഇവിടെ നോക്കാം. 16 ഓഫ് 4 എന്ന് പറഞ്ഞാൽ 16 × 4. 16 × 4 എത്ര കിട്ടും, 64 കിട്ടും അല്ലേ. അതായത് 240/64 ആവും. 240/64 ആവും അല്ലേ, ഡിവൈഡ് ബൈ 64 ആവും. പ്ലസ് ബാക്കിയുള്ള 2.25. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിനെ ക്യാൻസൽ ചെയ്ത് പോകാം. ഇത് 120, ഇത് 32, ഇത് 60, ഇത് 16, ഇത് 30, ഇത് 8, ഇത് 15, ഇത് 4. ഫൈനലി നമുക്ക് 15/4 കിട്ടും ക്യാൻസൽ ചെയ്ത് പോകുന്ന സമയത്ത്. 15/4 എന്ന് പറയുമ്പം 15/2 എന്ന് പറഞ്ഞാൽ 7.5 ആണ്. അതിൻ്റെയും പകുതിയായിരിക്കും 15/4. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് മനസ്സിൽ എന്ത് ചെയ്യാം, നമ്മൾ മാക്സിമം ഓപ്പറേഷൻസ് ചെയ്യാം, നമ്മൾ മനസ്സിൽ ചെയ്യാം. മാക്സിമം കാൽക്കുലേഷൻ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിൽ തന്നെ ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാക്സിമം സമയം ലാഭിക്കാൻ പറ്റും എക്സാമിൽ. അപ്പോൾ 15/4 എന്ന് പറയുമ്പം 7.5 പകുതി നമുക്ക് 3.75 അല്ലെ, 3.25 കിട്ടുക. ബാക്കി പ്ലസ് 2.25. ഫൈനലി നമുക്ക് 3.25 2.25 കൂട്ടിയാൽ 3 2 5, 5 1 6, 6 ആയിരിക്കും നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്ത് ചെയ്യുക, കറക്റ്റ് മനസ്സിലാക്കി ചെയ്യാം. അതുപോലെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7 × 8. ക്വസ്റ്റ്യൻ നമ്പർ 7. 7 × 8 plus 64 divided by 4 × 2 equal to what? ഇവിടെ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും അഡിഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ആദ്യം നോക്കുന്ന സമയത്ത് വി വരുന്നില്ല, ബി വരുന്നില്ല, ഓഫ് വരുന്നില്ല, ഡിവിഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡിവിഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഡിവിഷൻ ചെയ്യാം. 64/4. 64/4 നമുക്കറിയാം 16 ആണല്ലേ. അപ്പോൾ നമുക്കത് 16 എഴുതി. പിന്നെ ബാക്കി ഉണ്ടാവും, ഇവിടെ × 2 ഉണ്ടാവും, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ 7 × 8 ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, പിന്നെ ചെയ്യേണ്ട കാര്യം ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. അഡിഷൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്ത് ചെയ്യണം, 8 + 16 ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായി പോകും, നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, പിന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ആ കിട്ടുന്ന ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതായത് 8 × 7 56 പ്ലസ് 16 × 2 32. 56ഉം 32ഉം ആൻസർ 88. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയാണ് ഈ ടൈപ്പ് വി ബോർഡ് മാസിൽ എഴുതുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലെ തന്നെ അടുത്തൊരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. 6 × 12 പ്ലസ് 8 × 11 minus 48 divided by 6. ഓക്കെ, 6 × 12 പ്ലസ് 8 × 11 മൈനസ് 48 × 6. അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നു, അഡിഷൻ വരുന്നു, വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ വരുന്നു, പിന്നെ സബ്സ്ട്രാക്ഷൻ വരുന്നു, ഡിവിഷൻ വരുന്നു. അപ്പോൾ നമുക്കറിയാം ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആയിരിക്കും, പിന്നെയാണ് മൾട്ടിപ്ലിക്കേഷനും അഡിഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ. അപ്പോൾ ഇവിടെ ഡിവിഷൻ വരുന്നത് 48/6 ആണ്. അപ്പോൾ നമുക്കറിയാം 48/6 8 ഞാൻ 8 ഇങ്ങോട്ട് എഴുതി. പിന്നെ ബാക്കി ഉണ്ടായിരിക്കും ഇവിടെ 6 × 12 പ്ലസ് 8 × 11 മൈനസ് ആയിരിക്കും അല്ലേ. ഇവിടെ 48/6 ഞാൻ 8 ആക്കി. ഇനി എന്ത് ചെയ്യുക, ചെയ്യേണ്ട കാര്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. അപ്പോൾ ഇവിടെ 6 × 12 ചെയ്യുക, അതുപോലെ 8 × 11 ചെയ്യാം. 12 × 6 72 ആണ്, പിന്നെ പ്ലസ് ഇട്ടു.
11 × 8 88 പിന്നെ -8. ഇനി ഇവിടെ പ്ലസ് വരുന്നുണ്ട് മൈനസ് വരുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ട കാര്യം പ്ലസ് ആണ്. അപ്പോൾ 72 88 കൂട്ടുക, 97 160 -8 152 ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ബി ബോർഡ് മാസിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിനി അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാനിവിടെ ഹോംവർക്ക് ആയിട്ട് തരാം. നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ടും അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഓർഡർ നിങ്ങൾ കീപ്പ് ചെയ്യുക. ആ ഓർഡറിലായിരിക്കണം നമ്മൾ ഓരോ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഓർഡർ കീപ്പ് ചെയ്യാണ്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചിലപ്പോൾ ഓർഡർ നോക്കിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് കിട്ടും, ആൻസേഴ്സ് കറക്റ്റ് കിട്ടും. എങ്കിലും എന്ത് ചെയ്യുക, കറക്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ ഓർഡർ തന്നെയാണ്. കാരണം ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇതേ ഓർഡർ തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു ഓപ്പറേഷൻസും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട്, ഇപ്പോൾ അറിയാത്ത ഒരാൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ചിലപ്പോൾ അവർക്ക് ആൻസർ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, കറക്റ്റ് ഈ ഓർഡർ തന്നെ ചെയ്യാൻ പാടുള്ളൂ. എന്നാലും നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ടും വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഡൗട്ട് വരുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്നും കൂടി റിവൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഒന്നുകൂടി പ്ലേ ബാക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് രണ്ട് തവണ നിങ്ങൾക്ക് വീണ്ടും കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു സംശയം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാക്സിമം അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.